ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ വണ്ടിൻ്റെ റിവ്യൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വണ്ടിൻ്റെ റിവ്യൂ എന്തായാലും ചെയ്യുന്നു. പക്ഷേ വർക്ക് കംപ്ലീറ്റ് അല്ല. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഡേറ്റിന് ശേഷം നമ്മുടെ വണ്ടിൻ്റെ ഒരു അടിപൊളി റിവ്യൂ നിങ്ങൾക്ക് എത്തിക്കാൻ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോയാലോ? വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ പെയിൻറ്റിങ്, അതുപോലെ തന്നെ എല്ലാം പുതിയ വർക്ക്, 5 അലോയ് പുതിയത്, അതുപോലെ തന്നെ അത്യാവശ്യം നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് ചില്ല് ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല അടിപൊളി വർക്ക് ചെയ്ത് ഇറക്കിയ വണ്ടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിട്ട് ആകെ ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഏറെക്കുറെ നമ്മൾ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി വരുന്നുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര നാൾ ഇടാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ഒന്ന് ഔട്ട് ലുക്ക് ഒന്ന് ആദ്യം കണ്ടിട്ട് വരാം. നമുക്ക് ഇന്റീരിയർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഒരു ബ്രാൻഡ് നെയിം തീവണ്ടിയിൽ നിന്ന് നമ്മൾ ഒരു ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന മോഡൽ നമ്മൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അലോയ് വീല് 5 ഈ സെയിം പാറ്റേണിൽ നല്ല അടിപൊളി വീലാണ്. അതുപോലെ നമ്മൾ ഇവിടെ മറ്റേ ഈ കമ്പനി എന്താണ് പറയുക, പൈപ്പ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാസ്സിലൊക്കെ നമ്മൾ കൂളിംഗ് അടിച്ചിട്ടുണ്ട്. നല്ല ഇപ്പം ചൂടല്ലേ, അപ്പോൾ നമുക്ക് കൂളിംഗ് ഇല്ലാണ്ടൊന്നും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിലാണെങ്കിൽ ന്യൂ ടൈപ്പ് ഗ്രില്ല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിപ്പോൾ കണ്ണ് ചെയ്യാണ്ട് കണ്ണിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈറ്റൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഗ്യാപ്പ് കിട്ടുന്ന ടൈമിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നെയിം ബോർഡ് മറ്റേ ഫ്ലിക്കറിങ് ടൈപ്പ് വൈറ്റും റെഡും കൂടി വരുന്ന ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സെൻറ്ററിലേക്ക് ആക്കണം. ഫോണ്ട് വായിക്കാൻ കിട്ടുന്ന എല്ലാവരും പറയണ്ട. അപ്പോൾ അതൊന്ന് സെറ്റ് ആക്കണം. പിന്നെ വണ്ടി AC ആണ് ഗൈസ്, AC. അതുപോലെ ഫ്രണ്ടിൽ നമ്മളിതാ പുതിയ മോഡൽ ലിപ്പ്, അതിൻ്റെ അതുപോലെ അടിയിലേക്ക് വരുന്ന ഈ റബ്ബർ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പ്, ഗ്രില്ല് പുതിയ ടൈപ്പ്, ന്യൂ ടൈപ്പ് എല്ലാ മോഡലിലും വരുന്ന പോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ റെഡ് ഗ്രില്ലായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറേ കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്, പ്ലാനുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് അതിൻ്റെതായ സമയത്തിന് എല്ലാം ചെയ്തു വരും. അതുപോലെ ബൗൺസിങ് വെച്ചിട്ടുണ്ട്. ഇനി കണ്ണും കൂടി വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ചാനലിൽ കൊടുത്തിട്ട് സെറ്റാക്കാനുള്ള പ്ലാനാണ്. ഇതൊക്കെയാണ് വെളിയിലെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനൊക്കെ വെളിയിലെ വിശേഷങ്ങൾ പറയാനൊന്നുമില്ല. പിന്നെ വണ്ടി AC ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഇനി അകത്തേക്ക് പോകാം. ഇന്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല 4 സ്പീക്കർ. ഇനിയിപ്പോൾ ഒരു ഫുൾ റേഞ്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യും. അതുപോലെ തന്നെ സീറ്റുകളിൽ ചാർജിങ് പോർട്ട് ഉണ്ട്. അതുപോലെ എല്ലാ സീറ്റിലും ഫാൻ ഉണ്ട്. പിന്നെ AC ഉണ്ട്, ഫ്രണ്ടിലുണ്ട്, ബാക്കിലുണ്ട്. പെട്ടെന്ന് കൂളിംഗ് ആവും. നല്ല അടിപൊളി AC ആണ്. അതുപോലെ TV ഉണ്ട്, 24 ഇഞ്ചിൻ്റെ നല്ല അടിപൊളി TV ഉണ്ട്. പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ നമ്മളിതപ്പോൾ പുതുതായിട്ട് നമ്മൾ ചെയ്ത ബാക്കിൽ നമ്മൾ തന്നെ സ്വന്തമായിട്ട് കസ്റ്റം ചെയ്താൽ നമ്മൾ അധികം ഏത് വണ്ടിയിലും നമ്മളിതുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. നമ്മൾ സാധാരണ എല്ലാവരും മറ്റേ നിയോൺ വെച്ചിട്ടുള്ള ആ സാധനം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് വെറൈറ്റി ആയിട്ട് ഇതിലിനി പേര് വരും. ഇതിലിപ്പോൾ ഡോട്ട് ലേസർ ഉണ്ട്, 100, 120 ഡോട്ട് ലേസർ ഉണ്ട്. ഇതിൽ പിക്സൽ ഉണ്ട്. അതുപോലെ ഇതിൽ നിയോണും വെക്കാണ്ട്. അതുപോലെ ഇതിൽ നമുക്ക് പേര് ഗ്രാഫിക്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ചെയ്യും. അതുപോലെ നമ്മുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 17 ആണ്. അപ്പോൾ അടിപൊളി, അത്യാവശ്യം നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. ഇനിയിപ്പോൾ AC ട്രിപ്പ് ആണെങ്കിൽ AC ട്രിപ്പ്, ഇനിയിപ്പോൾ നോർമൽ ആണെങ്കിൽ നോർമൽ. അപ്പോൾ എന്ത് ട്രിപ്പ് ആണെങ്കിൽ നമുക്ക് കല്യാണം, അതുപോലെ ടൂറ്, അതുപോലെ ഫാമിലി ട്രിപ്പ്, എന്ത് നമുക്ക് ഇപ്പോൾ ഗെറ്റ് ടുഗദർ, അങ്ങനെ എന്ത് പരിപാടി ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ പാക്കേജ് വാങ്ങിയ പാക്കേജ് നമുക്ക് ഇത് മാത്രമല്ല, നമുക്ക് എത്ര ആളുടെ പാക്കേജ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി പാക്കേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്, അങ്ങനെ നമ്മുടെ ജേണി നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ നമുക്കിപ്പോൾ നമുക്ക് നിലവിൽ 17 സീറ്റ് ട്രാവൽ ആകും. ഭാവിയിൽ നമുക്ക് ഇനി വണ്ടികളൊക്കെ വരട്ടെ. അപ്പോൾ അത് വേറെ. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയെ കുറിച്ച് നമുക്ക് സൗണ്ട് ക്വാളിറ്റി, അതുപോലെ വോക്കൽ കാര്യങ്ങൾ എല്ലാത്തിനും ഞാൻ വീഡിയോ ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നിന്നെ കാണാൻ ജോർസാൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർസാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർസാറിനെ ഇനിയും അറിയാറില്ല. വണ്ടിയെ കുറിച്ച് പറയാൻ നമുക്ക് പറഞ്ഞിരിക്കാം. വണ്ടിനെ കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ ഇനി കുറച്ചും കൂടെ വർക്കുകൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഉള്ളിൽ തന്നെ മുകളിലേക്കുള്ള പിക്സൽ വർക്കും, പിന്നെ കുറച്ച് ഡോട്ട് ലേസറുകളും, പിന്നെ ഒരു ഫോർവേഡ് ലേസറും നോക്കുന്നുണ്ട്. പിന്നെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. 4 JBLൻ്റെ നല്ല ക്വാളിറ്റി സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. ഇനി അതല്ലാതെ ഒരു ഫുൾ റേഞ്ച് കയറ്റാനുള്ള പരിപാടിയുണ്ട്. പിന്നെ ഇപ്പോൾ 2 സബ് ഉണ്ട്, അത് നമ്മൾ കുറച്ചൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഫ്രണ്ടിലേക്ക് നമുക്ക് എത്ര ആമ്പിന്റെ വർക്കാണ് വേണ്ടത്? ഇപ്പോൾ നമ്മൾ 3 ആമ്പ് വർക്ക് ചോദിച്ചിരിക്കുന്നത്. 3 ആമ്പ് എന്ന് പറയുമ്പോൾ ഒരു മോണോ കൊടുത്തിട്ടുണ്ട്, 2 4 ചാനൽ കൊടുത്തിട്ടുണ്ട്. 4 ചാനൽ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാത്തേക്കുള്ള രീതിയിൽ സാധനം ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോ ഫീൽഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ അഭിപ്രായം? ഫീൽഡൊക്കെ അടിപൊളിയാണ്, പക്ഷെ നമ്മുടെ ഫീൽഡൊക്കെ അടിപൊളിയാണ്. പല രീതിയിലാണ് വാടകയും കാര്യങ്ങളൊക്കെ ആദ്യമേ വരുന്നത്. ഓരോരുത്തർ അവർക്ക് എങ്ങനെയാണോ സെറ്റ് ആവുന്ന ആ രീതിക്കാണ് വാടക എടുക്കുന്നത്, അല്ല സ്ഥിരമായിട്ടൊരു വാടക അങ്ങനെ ഒരു കേസൊന്നും അല്ല. പിന്നെ വർക്ക് എടുത്ത വണ്ടികൾക്ക് അത്യാവശ്യം ഓട്ടം ഉണ്ട്, വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. നമ്മുടെ കാര്യം പിന്നെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതുകൊണ്ടുള്ള വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ആൾക്കാരുടെ എക്സ്പീരിയൻസ് കണ്ടവരൊക്കെ എന്താ അഭിപ്രായം പറയുന്നത്? ഇതുവരെ നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ 3 മാസമായി. ഈ ഒരു ടൈം പീരീഡിനിടയിൽ വണ്ടി കണ്ട ആരും വണ്ടി മോശമാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ വണ്ടിയുടെ സൗണ്ട് വർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ 4 പേര് നോക്കുന്നുണ്ട്. വണ്ടി സൂപ്പറാണ്. ഏകദേശം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിന്റെ വിശേഷങ്ങൾ. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്കിത് ചെയ്യാനുണ്ട്. അതുപോലെ എല്ലാം നമ്മൾ തന്നെയാണ് കസ്റ്റമർ, നമ്മളൊന്നും പുറത്ത് കൊടുക്കുന്നില്ല. നമ്മുടെ ബ്ലാക്ക് ഹൗസ് കസ്റ്റംസ്, അതായത് നമ്മുടെ ഷോപ്പിലാണ് നമ്മൾ എല്ലാ വർക്കും ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സൗണ്ട് നമുക്ക് മാത്രം ചെയ്ത് നമുക്ക് യൂണീക്ക് ഓഡിയോസാണ് ഒരു അടിപൊളിയായി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തു. അപ്പോൾ അവരുടെ നമ്പർ, നമ്മുടെ ഷോപ്പിലെ നമ്പർ, നമ്മുടെ നമ്പർ എല്ലാം ഞാൻ ആഡ് ചെയ്യുക. അപ്പോൾ ഓട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. നമ്മൾ തുടക്കമാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് വളർന്ന് വരാൻ പറ്റുള്ളൂ. അപ്പോൾ പാക്കേജുകളായാലും എന്തായാലും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു തരും. അതുപോലെ അപ്പോൾ ഗായ്സ് ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വണ്ടിനെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ വണ്ടിൻ്റെ പേജ് തീവണ്ടി ഒഫീഷ്യൽ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി വീഡിയോ നമ്മൾ ഇനിയും വരും. അതുവരെയ്ക്കും ബൈ.